പ്രിയപ്പെട്ടവരെ നോക്കൂ, മൊബൈലിന്റെ റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിപ്പാണ്. ചാണകം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. റേഡിയേഷൻ ഒക്കെ ചാണകം വലിച്ചെടുക്കും. തലയിലും ചാണകം, പുറത്തും ചാണകം. ചാണകം മാത്രമേ ഇതിനകത്തുള്ളൂ? ചാണകം മാത്രമേ ഇതിനകത്ത് ഉള്ളോന്നാണ് ചോദിച്ചത്. ചാണകം ഒന്ന് രണ്ട് വേറെ ഐറ്റങ്ങളുണ്ട്. ചാണകം ഉണ്ട്, ഒന്ന് മൂത്രമുണ്ട്. 1 കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.25 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. സ്വാമി തന്നെ കണ്ടുപിടിച്ചാണോ? നമ്മളല്ല, നേരത്തെ കണ്ടതാണ്. അല്ലല്ല, ഇത് ചാണക ചിപ്പ് എന്ന് പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പേ താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട പ്രത്യേക തരത്തിലുള്ള ഒരു അറിവാണ്. അതായത് ഓരോ വ്യക്തിയും എടുത്ത് നോക്കുക, അവരിൽ ചാണകമുണ്ട്. ഇതിന് ഏകദേശം എന്താ വില വരുന്നുണ്ട്? 200 രൂപയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ റേഡിയേഷൻ മുഖാന്തരമൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കേണ്ടി വരൂലേ. ഇത് വെറും 200 രൂപയുടെ ചിപ്പ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരുന്നില്ലെന്നേ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇനിയിപ്പോൾ വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും ഒക്കെ ഇദ്ദേഹത്തിന് വേണ്ടി വഴിമാറി കൊടുക്കും. ഇത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ടും ഉണ്ടാവുമോ എന്തോ. കാലം കാത്തുവെച്ചൊരു ചാണകമാണ്, അല്ല, കാലം കാത്തുവെച്ചൊരു നിധിയാണ് ഈ സ്വാമി. നമ്മളെല്ലാവരും ചാണകമാണ്. ചാണകമേ ഉലകം.